So till previous class we have learned or completed or discussed about the major building materials. Now let us move on to some miscellaneous building materials. അതായത് മെയിൻ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അല്ലാതെ കൺസ്ട്രക്ഷനിൽ നമ്മൾ അല്ലാതെ കുറച്ച് മെറ്റീരിയൽസും കൂടെ യൂസ് ചെയ്യും വേറെ പല പല ആവശ്യങ്ങൾക്ക്. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കാം. കുറച്ച് മിസലേനിയസ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഗ്ലാസ്. Glass. Now let us see what glass is and what are its characteristics. Glass is a solid supercooled liquid ceramic material characterized by transparency, brittleness, hardness and chemical inertness. Glass എന്താണ്? Glass എന്ന് പറയുന്നത് ഒരു solid supercooled liquid ceramic material ആണ്. Glass എന്താണ്? It is a solid supercooled liquid ceramic material. Glass is a solid supercooled liquid ceramic material and characterized by properties like transparency, brittleness, hardness and chemical inertness. എന്തൊക്കെയുണ്ട്? Transparency, അതായത് ലൈറ്റ് പാസ് ചെയ്യുന്ന മെറ്റീരിയൽ. ബ്രിട്ടിൽനെസ്, അതായത് പെട്ടെന്ന് പൊട്ടും. ഹാർഡ്നെസ്, ഹാർഡാണ്. ആൻഡ് കെമിക്കൽ ഇനർട്ട്നെസ്, കെമിക്കലി ഇനർട്ടാണ്. കെമിക്കലി ഇനർട്ട് എന്ന് വെച്ചാൽ എന്താണ്? വേറെ മെറ്റീരിയൽസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. സോ വാട്ട് ഈസ് ഗ്ലാസ്? Glass is a solid supercooled liquid ceramic material characterized by transparency, brittleness, hardness and chemical inertness. Glass is an amorphous mixture of silicates of sodium, potassium and calcium. Glass എന്ന് പറയുന്നത് എന്താണ്? It is an amorphous mixture. Glass ഒരു മിക്സ്ചർ ആണ്. എന്തിന്റെയൊക്കെ മിക്സ്ചർ ആണ്? മിക്സ്ചർ ഓഫ് സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽസ്യം. ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽസ്യം. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സിലിക്കേറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു അമോർഫസ് മിക്സ്ചർ ആണ് ഗ്ലാസ്. ആൻഡ് ദ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ഗ്ലാസ് ഇസ് സിലിക്ക. മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ മെയിൻ കമ്പോണന്റ് ഓർ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് സിലിക്ക. ഗ്ലാസിലെ മെയിൻ കമ്പോണന്റ് എന്താണ്? സിലിക്ക. Then ഗ്ലാസിനകത്ത് sodium or potassium carbonate is added to reduce melting point of silica and to impart viscosity so that it can be easily worked. That is blown, drawn, rolled, pressed or spin. അപ്പോൾ ഗ്ലാസ്സിൽ എന്ത് ചെയ്യും? ഗ്ലാസ്സിൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് ആഡ് ചെയ്യും. ഗ്ലാസ്സിൽ സോഡിയം ഓർ പൊട്ടാസ്യം കാർബണേറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? To reduce melting point of silica and to impart viscosity so that it can be easily worked. സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം വിസ്കോസിറ്റി കൊടുത്ത് അതിനെ ഈസിലി വർക്കബിൾ ആക്കി എടുക്കാനും വേണ്ടി എന്ത് ചെയ്യുന്നു? ഗ്ലാസ്സിൽ സോഡിയം ഓർ പൊട്ടാസ്യം കാർബണേറ്റ് ആഡ് ചെയ്യും. sodium or potassium carbonate is added. അത് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? to reduce melting point of silica. ഒന്നീ സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ, അതോടൊപ്പം to impart viscosity so that it can be easily worked.
അതായത് ഗ്ലാസിനെ എളുപ്പത്തിൽ ബ്ലോൺ ചെയ്യാം, ഡ്രോൺ ചെയ്യാം, റോൾ ചെയ്യാം, പ്രസ് ചെയ്യാം, സ്പിൻ ചെയ്യാം. അതിനൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, സോഡിയം ഓർ പൊട്ടാസ്യം കാർബണേറ്റ് ഗ്ലാസ്സിൽ ആഡ് ചെയ്യുന്നത്. ലെഡ് ഓക്സൈഡ് ഓർ ലൈം is added to impart durability. ലെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ ലൈം is added. Lead oxide or lime is added to impart durability. ഗ്ലാസിന്റെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടി ലെഡ് ഓക്സൈഡോ ലൈമോ ആഡ് ചെയ്യും. സോ അത് ആഡ് ചെയ്യുമ്പോൾ ഡ്യൂറബിലിറ്റി കൂടും, അതോടൊപ്പം തന്നെ എന്താണ് ഗ്ലാസ് ബ്രൈറ്റ് ആൻഡ് ഷൈനിങ്ങും ആവും. മേക്സ് ഗ്ലാസ് bright and shining. ഇതൊക്കെയാണ് ഗ്ലാസിനെ പറ്റി ബേസിക് ആയിട്ട് അറിയുന്നത്. ഗ്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സൂപ്പർ സോളിഡ് സൂപ്പർ കൂൾ ലിക്വിഡ് സെറാമിക് മെറ്റീരിയൽ വിത്ത് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ട്രാൻസ്പെറൻസി, ബ്രിട്ടിൽനെസ്, ഹാർഡ്നെസ് ആൻഡ് കെമിക്കൽ ഇനർട്ട്നെസ്. Glass is an amorphous mixture of silicates of sodium, potassium and calcium. The principal constituent as silica. Then sodium or potassium carbonate is added. Sodium or potassium carbonate is added to reduce melting point of silica and to impart viscosity so that glass can be easily worked. That is blown, drawn, rolled, pressed or spin. Then lead oxide or lime is added to impart durability and also to make glass bright and shining. Now let us see what are the properties of glass. Glass in the properties നോക്കാം. First one, it is basically a hard, brittle, transparent or translucent material. Hard, brittle, transparent or translucent material. ഗ്ലാസ് ഹാർഡ് ആണ്, കട്ടിയുള്ള മെറ്റീരിയൽ ആണ്, പൊട്ടുന്ന മെറ്റീരിയൽ ആണ് ബ്രിട്ടിൽ. then it is transparent or translucent. ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ ഫുള്ളും നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ഫുള്ളും പാസ് ചെയ്തു പോകും. ട്രാൻസ്ലൂസന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൈറ്റ് പാസ് ചെയ്യും, കുറച്ച് ലൈറ്റ് പാസ് ചെയ്യില്ല. സോ ഗ്ലാസ് ഇസ് ഹാർഡ്, ബ്രിട്ടിൽ, ട്രാൻസ്പെറന്റ് ഓർ ട്രാൻസ്ലൂസന്റ് മെറ്റീരിയൽ. സെക്കൻഡ് പ്രോപ്പർട്ടി ഇസ് ഇറ്റ് ക്യാൻ ടേക്ക് എക്സലന്റ് പോളിഷ്. നന്നായിട്ട് പോളിഷ് എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്, നല്ല രീതിയിൽ പോളിഷ് ചെയ്യാൻ പറ്റുന്ന, പോളിഷ് എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഗ്ലാസ്. തേർഡ് പ്രോപ്പർട്ടി ഇസ് ഇറ്റ് ഈസ് an excellent electrical insulator. ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് ഗ്ലാസ്. അതായത് ഗ്ലാസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. ഗ്ലാസ് ക്യാൻ ബി മെയ്ഡ് ടു അബ്സോർബ്, ട്രാൻസ്മിറ്റ് ആൻഡ് റിഫ്ലക്ട് ലൈറ്റ്. ഗ്ലാസിന് ലൈറ്റ് അബ്സോർബ് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, റിഫ്ലക്റ്റും ചെയ്യാം. Glass can absorb, transmit or reflect light. Then glass can be cast into desired shape and size. ഗ്ലാസിനെ വേണ്ട സൈസിലും ഷേപ്പിലും നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാം. Next is glass can be welded by fusion. Fusion technique use ചെയ്ത് ഗ്ലാസിനെ വെൽഡ് ചെയ്തെടുക്കാം. Next, it is possible to change properties such as hardness, refractive power to suit different purposes. അതായത് ഗ്ലാസിന്റെ ഹാർഡ്നെസ്സും റിഫ്രാക്റ്റീവ് പവറും പോലെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസൃതം മാറ്റിയെടുക്കാൻ പറ്റും. ഗ്ലാസിന്റെ ഹാർഡ്നെസ്, റിഫ്രാക്റ്റീവ് പവർ എക്സെട്ര, അതായത് അതുപോലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മുടെ യൂസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും.
നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് അതർ സോളിഡ് ഗ്ലാസ് ഇസ് ഇലാസ്റ്റിക് ബട്ട് വൺസ് ഇലാസ്റ്റിക് ലിമിറ്റ് ഇസ് എക്സീഡഡ് ഇറ്റ് ഫ്രാക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് deforming. ഗ്ലാസ് ഇലാസ്റ്റിക് ആണ്, പക്ഷേ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്രാക്ചർ ചെയ്യും. ഒരു മെറ്റീരിയൽ എത്രത്തോളം ഇലാസ്റ്റിക് ആയിട്ടിരിക്കുമോ ആ പെർട്ടിക്കുലർ ലിമിറ്റിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്ട്രെയിൻ ഉണ്ടാവും. സോ നമ്മൾ എത്രത്തോളം സ്ട്രെസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ സ്ട്രെസ് ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ എപ്പോഴാണോ അതിന്റെ ഇലാസ്റ്റിക് നേച്ചർ തീരുന്നത് അവിടെ വരെയാണ് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഒരു മെറ്റീരിയലിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളൂ. സോ സാധാരണഗതിയിൽ ഒരു മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡിഫോം ചെയ്യും. പക്ഷെ ഗ്ലാസിന്റെ കേസിൽ അത് ഡിഫോം ചെയ്യില്ല, പകരം അത് ഫ്രാക്ചർ ചെയ്യും. Then glass has excellent resistance to chemicals. Glass has excellent resistance to chemicals. അതായത് കെമിക്കൽസിനൊന്നും ഗ്ലാസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. And the last property is glass is available in various colors and can be cleaned very easily. Available in various colors. അതോടൊപ്പം can be cleaned easily. പല കളറിലും ഗ്ലാസ് അവൈലബിൾ ആണ്, അതുപോലെ നല്ല നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും സാധിക്കും. So these are the various properties of glass. These are the various properties of glass. Now next is types of glass. Types of glass. First one, soda lime glass. Types of glass le first one ആണ് soda lime glass. So soda lime glass inde characteristics നോക്കാം. Soda lime glass is mainly a mixture of sodium silicate and calcium silicate. So it is a mixture of sodium and calcium silicate. Sodium silicate ന്റെയും calcium silicate ന്റെയും ഒരു മിക്സ്ചർ ആണ് soda lime glass. It is fusible at low temperature. ചെറിയ ടെമ്പറേച്ചറിൽ നമുക്ക് അതിനെ ഫ്യൂസ് ചെയ്യാം. Fusible at low temperature. Then in the fusion condition it can be blown or welded easily. It can be blown or welded easily. അത് എപ്പോഴാണ്? ഫ്യൂഷൻ കണ്ടീഷനിൽ. ഇൻ ഫ്യൂഷൻ കണ്ടീഷൻ, ഫ്യൂസ് ചെയ്യുന്ന കണ്ടീഷനിൽ, അതായത് ഫ്യൂഷൻ കണ്ടീഷനിൽ സോഡ ലൈം ഗ്ലാസിനെ പെട്ടെന്ന് ബ്ലോ ചെയ്യാനും വെൽഡ് ചെയ്യാനും പറ്റും. Then soda lime glass is colorless. Soda lime glass is colorless. Soda lime glassന് കളർ ഇല്ല. And it is used as windows, panes, glass tubes and bottles. Window panes, glass tubes and bottles. ഇവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ സോഡ ലൈം ഗ്ലാസിന്റെ പേര് പോലെ തന്നെ മിക്സ്ചർ ഓഫ് sodium and calcium silicate which is fusible at low temperature. Fusion condition soda lime glass can be easily blown or welded. Soda lime glass is colorless and it's mainly used in windows, panes, glass tubes and bottles.
Second one is hard glass or potash lime glass. Hard glass or potash lime glass. So പേരിൽ നിന്ന് മനസ്സിലാവും പൊട്ടാഷ്യം ലൈമം അതായത് എന്താണ് മിക്സർ ഓഫ് പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ്. Mixture of potassium and calcium silicates. Then it is used in the manufacture of glass articles which have to withstand high temperature. Such as combustion tubes. Combustion. So hard glass എന്താണ് hard glass ന്റെ വേറൊരു പേരാണ് potash lime glass. Hard glass or potash lime glass is a mixture of potassium and calcium silicates. Then it is used for manufacture of glass articles which withstand the high temperature. അതായത് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി വരുന്ന ഗ്ലാസ് ആർട്ടിക്കിൾസിനെയാണ് ഹാർഡ് ഗ്ലാസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ഗ്ലാസ് ആർട്ടിക്കിളിന്റെ പേരാണ് കമ്പസ്റ്റൻ ട്യൂബ്സ്. Now next is potash lead glass. Potash lead glass. എന്താണ് potash lead glass? Potash lead glass എന്ന് പറയുമ്പോൾ it is a mixture of potassium and lead silicate. Mixture of potassium and lead silicate. Potash lead glass is a mixture of potassium and lead silicate. അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ it possesses bright luster and great refractive power. പൊട്ടാഷ് ലെഡ് ഗ്ലാസിന് നല്ല തിളക്കമുണ്ട്, ബ്രൈറ്റ് ലസ്റ്ററും അതുപോലെ തന്നെ നല്ല റിഫ്രാക്റ്റീവ് പവറും ഉണ്ട്. It is used in the manufacture of tableware, electric bulbs, lenses, prisms, etc. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ലെൻസസ്, പ്രിസംസ്, tableware, electric bulbs. Electric bulbs. So potash lead glass എന്ന് പറയുന്നത് it is a mixture of potassium and lead silicate. Potash lead. So mixture of potassium and lead silicate. It has bright luster and great refractive power. Therefore it is used for making lenses, prisms, tableware and electric bulbs. Now next one is borosilicate glass. Borosilicate glass. Borosilicate glass എന്ന് പറഞ്ഞാൽ it is obtained from the fusion of a mixture of silica, borax, lead. Fusion of mixture of silica, borax, lead. സിലിക്കയുടെയും ബോറാക്സിന്റെയും ലൈമിന്റെയും മിക്സറിന്റെ ഫ്യൂഷൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. പൗഡർ ഗ്ലാസ് ടു മേ ബി ആഡഡ്. അതിനകത്ത് എന്ത് ആഡ് ചെയ്യാം? പൗഡർ ഗ്ലാസും ആഡ് ചെയ്യാം.
പൗഡർ ഗ്ലാസും അതിൽ ആഡ് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കെൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. High temperature can be withstood. High temperature withstand ചെയ്യാനുള്ള കപ്പാസിറ്റി ബോറോസിലിക്കേറ്റ് ഗ്ലാസിനുണ്ട്. പിന്നെ it is used for the manufacturing of laboratory equipments and cooking utensils. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ലബോറട്ടറി എക്യുപ്മെന്റ്സും കുക്കിംഗ് അറ്റൻസിൽസും ഉണ്ടാക്കാൻ വേണ്ടി എന്തുപയോഗിക്കുന്നത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതാണ് നമ്മൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസിനെ നിങ്ങൾ കെമിസ്ട്രി ലാബില് ബോറോസിൽ കൊണ്ടുണ്ടാക്കിയ മെറ്റീരിയലും കേട്ടിട്ടില്ലേ? ബോറോസിൽ കൊണ്ടാണ് ടെസ്റ്റ് ട്യൂബ് ഉണ്ടാക്കുന്നത്. ബോറോസിൽ തന്നെയാണ് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ബോറോസിൽ. കെമിസ്ട്രി ലാബിലെ ടെസ്റ്റ് ട്യൂബ് ബീക്കർ ഒക്കെ ബോറോസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിനകത്ത് ബോറോസിൽ. അതുപോലെ തന്നെ കുക്കിംഗ് അറ്റൻസിൽസും ഉണ്ട് ബോറോസിൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. സോ ബോറോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഓഫ് എ മിക്സ്ചർ ഓഫ് സിലിക്ക, ബോറാക്സ് ആൻഡ് ലൈം. ബോറോസിൽ എന്ന് പറയുന്ന ഫുൾ പേര് എന്താണ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇതിനകത്ത് പൗഡർ ഗ്ലാസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അത് ലബോറട്ടറി എക്യുപ്മെന്റ്സും കുക്കിംഗ് അറ്റൻസിൽസും ഉണ്ടാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. Now next is common glass. സാധാരണയുള്ള ഗ്ലാസ്. കോമൺ ഗ്ലാസ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് സോഡിയം, കാൽഷ്യം ആൻഡ് അയൺ സിലിക്കേറ്റ്. മിക്സ്ചർ ഓഫ് sodium, calcium and iron silicates. അതാണ് common glass. It is mainly used for the manufacture of medicine bottles. Medicine bottles ഉണ്ടാക്കാൻ വേണ്ടിയാണ് common glass യൂസ് ചെയ്യുന്നത്. It is a mixture of sodium, calcium and iron silicates, mainly used for making medicine bottles. Next is special glasses. Special glasses എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസിനെ ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി വേറെ പുതിയ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടോ അതിന്റെ പ്രോപ്പർട്ടീസിനെ ഓൾട്ടർ ചെയ്തെടുക്കും. ഗ്ലാസിന്റെ പ്രോപ്പർട്ടിയെ ബേസിക് ഇൻഗ്രീഡിയൻസ് ചേഞ്ച് ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ പുതിയ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന വഴിയോ ചേഞ്ച് ചെയ്തെടുക്കുന്നതാണ് സ്പെഷ്യൽ ഗ്ലാസസ്. Properties of glass is changed. അല്ല, അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച്ഡ് ഓർ ഓൾട്ടേർഡ് ബൈ ചേഞ്ചിങ് ബേസിക് ഇൻഗ്രീഡിയൻസ്. ഒന്നെങ്കിൽ ബേസിക് ഇൻഗ്രീഡിയൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് മാറ്റിയെടുക്കാം, അല്ലെങ്കിലോ adding few more ingredients or adding few more സോ സ്പെഷ്യൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാ ഗ്ലാസിന്റെ പ്രോപ്പർട്ടിയെ ഓൾട്ടർ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ് സ്പെഷ്യൽ ഗ്ലാസ്. ഈ പ്രോപ്പർട്ടീസ് എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ അതിനകത്തുള്ള ബേസിക് ഇൻഗ്രീഡിയൻസിനെ ചേഞ്ച് ചെയ്യാം, or else you can add few more ingredients. So special glass എന്താന്ന് നോക്കി. There are
Three types of special glasses. The first one, wired glass. Wired glass എന്ന് പറഞ്ഞാൽ this is the plate and sheet glass in which steel wires or meshes embedded during rolling process. So wired glass എന്ന് പറഞ്ഞാൽ this is the plate and sheet glass. എന്താണ് plate and sheet glass? Wired glass എന്ന് പറയുന്നത് plate and sheet glass ആണ്. അതിൽ എന്ത് ചെയ്യുന്നു? steel wires അല്ലെങ്കിൽ mesh വയർ ഗ്ലാസിനകത്ത് എങ്ങനെ എംബഡ് ചെയ്യും ഡ്യൂറിങ് റോളിംഗ് പ്രോസസ്. പ്ലേറ്റ് ആൻഡ് ഷീറ്റ് ഗ്ലാസിനെ റോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ വയേഴ്സോ മെഷോ അതിനകത്തോട്ട് എംബഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് വയേർഡ് ഗ്ലാസ് കിട്ടുന്നത്. സ്റ്റീൽ വയേഴ്സ് ഓർ മെഷ് embedded during rolling. പ്ലേറ്റ് ആൻഡ് ഷീറ്റ് ഗ്ലാസിനെ റോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ വയേഴ്സോ മെഷോ എംബഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്ലാസ് ആണ് വയേർഡ് ഗ്ലാസ്. സോ ദ സ്റ്റീൽ വയർ ആക്ട്സ് ആസ് റീഇൻഫോഴ്സ്മെന്റ്. സ്റ്റീൽ വയേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. സ്റ്റീൽ വയേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. It is used for skylights, high-class roofing works and fireproof doors and windows. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? Skylights, high-class roofing works, fireproof doors and windows. ഇവിടെ എല്ലാമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വയർഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. Now next type of special glasses, structural glass. അടുത്ത ടൈപ്പ് ആണ് സ്ട്രക്ചറൽ ഗ്ലാസ്. Structural glasses takes the form of square blocks, tiles or lenses. Takes form of square blocks, tiles or lenses. Structural glass എന്ന് പറയുമ്പോൾ സ്ക്വയർ ബ്ലോക്കിന്റെയോ ടൈലിന്റെയോ ലെൻസിന്റെയോ ഫോമിലുള്ളതായിരിക്കും സ്ട്രക്ചറൽ ഗ്ലാസ്. സോ ഈ ഗ്ലാസസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ഗ്ലാസസ് ആർ ഹോളോ, ലൈറ്റ് ആൻഡ് ട്രാൻസ്പെറന്റ്. ദേ ആർ ഹോളോ ആണ്, ലൈറ്റ് ആണ്, അതോടൊപ്പം ട്രാൻസ്പെറന്റും ആണ്. സ്ട്രക്ചറൽ ഗ്ലാസസ് ഹോളോ, ലൈറ്റ് ആൻഡ് ട്രാൻസ്പെറന്റ്. സോ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? ഇറ്റ് ഈസ് യൂസ് ഫോർ ട്രാൻസ്പെറന്റ് ഫേസ് വർക്ക്, partition walls, roofing and flooring works, wherever light is desired to pass through. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? ട്രാൻസ്പെറന്റ് ഫേസ് വർക്കിൽ യൂസ് ചെയ്യും. ട്രാൻസ്പെറന്റ് ഫേസ് വർക്കില് പാർട്ടീഷൻ വാൾസ്, പിന്നെ roofing and flooring works, where light is desired to pass through. Light വേറെ roofing and flooring works യൂസ് ചെയ്യും. അതുപോലെ തന്നെ it is used for heat and sound insulation works. Heat and sound insulation work. Heat and sound insulation വേണ്ട വർക്ക്സിലും
സ്ട്രക്ചറൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്ട്രക്ചറൽ ഗ്ലാസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഏത് ഫോമിലായിരിക്കും? ഇറ്റ് ടേക്സ് എ ഫോം ഓഫ് സ്ക്വയർ ബ്ലോക്സ് ഓർ ടൈൽസ് ഓർ ലെൻസസ്. ഇറ്റ് ഈസ് ഹോളോ, ലൈറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ വർക്ക്സിൽ യൂസ് ചെയ്യും. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഫേസ് വർക്കിൽ, പാർട്ടീഷൻ വാൾസിൽ, പിന്നെ റൂഫിംഗ് ആൻഡ് ഫ്ലോറിംഗ് വേർ ലൈറ്റ് ഇസ് നീഡഡ് ടു പാസ് ത്രൂ, അങ്ങനെയുള്ള കേസിലും സ്ട്രക്ചറൽ ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ തേർഡ് ടൈപ്പ് ഇസ് ഫൈബർ ഗ്ലാസ്. So fiber glass is made from extremely fine fibers of glass. From extremely fine fibers. ഗ്ലാസിന്റെ വളരെ വളരെ ഫൈൻ ആയിട്ടുള്ള ഫൈബേഴ്സിൽ നിന്നുമാണ് ഫൈബർ ഗ്ലാസ് ഉണ്ടാക്കുന്നത്. And it is used for all kinds of thermal and sound insulation works. Thermal and sound insulation works ilana use cheyyunnathu. Fiber glass is used for thermal and sound insulation works. So these are the three types of special glasses. These are the three types of special glasses. Next is use of glass as building material. Glass in the uses nokam. Glass can be used for insulation, panel walls, wall facing and enclosures. Glass evideyokku use cheyam? Insulation use cheyam. Insulation, panel walls, wall facings, enclosures. Insulation, panel walls, wall facing, enclosures. ഇവിടെ എല്ലാം യൂസ് ചെയ്യും. Then sheet glass can be used for glazing. Sheet glass ആണെങ്കിൽ എവിടെ യൂസ് ചെയ്യും? ഗ്ലേസിങ്ങിന് യൂസ് ചെയ്യും. Sheet glass ആണെങ്കിൽ glazing use ചെയ്യും. Then fiberglass reinforced plastics are used to construct furniture, lampshade and bathroom fittings. Fiber glass reinforced plastics. അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ ഫർണിച്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ, ലാമ്പ് ഷെയ്ഡിന്, ബാത്റൂം ഫിറ്റിംഗ്സിന് യൂസ് ചെയ്യും. ഫർണിച്ചർ, ലാമ്പ് ഷെയ്ഡ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്. ഇന്നത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ലൈനിങ്സ് ആർ അപ്ലൈഡ് ഓൺ equipments to be affected by chemical corrosion. Glass linings are applied on equipments likely to be affected by chemical corrosion. Such as valves, pipes, pumps.
കെമിക്കൽ കൊറോഷൻ വരാൻ സാധ്യതയുള്ള എക്യുപ്മെന്റ്സിൽ ഗ്ലാസ് ലൈനിങ്സ് അപ്ലൈ ചെയ്യും. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? വാൽവ്സ്, പൈപ്സ് ആൻഡ് പമ്പ്സ്. ഗ്ലാസിന്റെ യൂസസ് എന്താണ്? ഗ്ലാസ് ഇൻസുലേഷനോ പാനൽ വാൾസിനോ വാൾ ഫേസിങ്സിനോ എൻക്ലോഷേഴ്സിനോ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഷീറ്റ് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലേസിങ്ങിന് യൂസ് ചെയ്യും. ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ് പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ ഫർണിച്ചറിനോ ലാമ്പ് ഷെയ്ഡിനോ ബാത്റൂം ഫിറ്റിംഗ്സിനോ യൂസ് ചെയ്യും. ഇനി ഗ്ലാസ് ലൈനിങ്സ് ആണെങ്കിൽ ദേ ആർ അപ്ലൈഡ് ഓൺ എക്യുപ്മെന്റ്സ് വിച്ച് ആർ likely to be affected by chemical corrosion such as valves, pipes, pumps. So ഇത്രയും കാര്യങ്ങളാണ് ഗ്ലാസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്.